ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ഈ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കേവർക്കും ഹൃദയംഗമമായ സ്വാഗതം. ദൈവവചനത്തിൽ പത്രോസിൻ്റെ 1-ാം ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പീൻ. ദൈവത്തിൻ്റെ കരങ്ങൾ ബലമുള്ളതാണ്. നമുക്ക് ഉയർച്ച ആവശ്യമാണ്. ഉയർച്ചയ്ക്ക് വേണ്ടി ഏതെല്ലാം വഴികൾ ഈ ഭൂപ്പരപ്പിനുണ്ട്, എന്നാൽ അവയെല്ലാം ഉയർത്തുന്നത് പോലെ തന്നെ താഴ്ത്തുന്നതുമാണ് എന്നത് അനുഭവ പാഠമാണ്. ഭക്തൻ പറയുന്നു, നിങ്ങൾക്ക് ഒരു ഉയർച്ച ഉണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിന് ഒരു തക്ക സമയമുണ്ട്. പലപ്പോഴും നമ്മൾ ധൃതി കൂട്ടുകയാണ്. നമ്മുടെ സമയത്തെ ദൈവത്തിൻ്റെ സമയമായിട്ട് നമ്മൾ തെറ്റിദ്ധരിച്ചു പോകുന്നു. എന്നാൽ ദൈവം നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് നമുക്കൊരു ഉയർച്ച ദൈവം അനുവദിക്കുകയാണ്. ഭക്തനായ ദാവീദിനെ നോക്കുക. ആടുകളെ മേയിച്ച് കിന്നരം വായിച്ച് അപ്പന് കീഴ്പ്പെട്ട് സഹോദരന്മാരെ സ്നേഹിച്ച് ഒക്കെ നടന്നിരുന്നതായ ഒരവസ്ഥയിൽ നിന്ന് അപ്പൻ്റെ വാക്ക് കേട്ട് സഹോദരങ്ങളെ കാണുവാൻ കടന്നു ചെന്നതായ സമയത്ത് ഒരു ഗോലിയാത്ത് എഴുന്നേറ്റ് വെല്ലുവിളിച്ചപ്പോൾ അവിടെ മുതൽ അവൻ്റെ ഉയർച്ചയുടെ സമയമായിരുന്നു. അത് ദൈവത്തിൻ്റെ തക്ക സമയമായിരുന്നു. യോസെഫിനെ നോക്കുക. യോസെഫിൻ്റെ ജീവിതത്തിൽ ഡയറക്റ്റ് വീട്ടിൽ നിന്ന് കൊണ്ടുപോയി ദൈവം അനുഗ്രഹിക്കുകയായിരുന്നില്ല. സഹോദരങ്ങളെ കാണുവാൻ ചെല്ലുകയും അവരിൽ നിന്ന് വളരെ മോശമായ ചില പ്രതികരണങ്ങൾ ഉണ്ടാകുകയും അത് അനുഭവിച്ച് മുൻപോട്ട് പോവുകയും ചെയ്യുകയായിരുന്നു യോസെഫ്. ഒരു പൊട്ടക്കിണർ താൻ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. ഒരു കാരാഗ്രഹം തനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരുന്നു. ഒരു വിശുദ്ധിയുടെ പരീക്ഷ തനിക്ക് നേരിടേണ്ടതായിട്ട് വന്നു. എന്നാൽ ഇതിലെല്ലാം ദൈവം യോസെഫിനെ ഉയർത്തി എന്നുള്ളതാണ്. വെറും ഒരു അടിമയെപ്പോലെ കഴിയേണ്ടിയിരുന്ന യോസെഫ്, ഒരടിമയായി കഴിയേണ്ടിയിരുന്ന യോസെഫ് ദൈവത്തിൻ്റെ കരത്തിന് കീഴെ താണിരുന്ന് വിശുദ്ധിയോടെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവനെ ഉയർത്തി. പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ ഒരു ഉയർച്ച നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ സമയത്ത് അത് സംഭവിക്കും. അതുവരെയും അവൻ്റെ ബലമുള്ളതായ കരത്തിൻ്റെ കീഴെ താണിരിക്കുവാനുള്ളതായ ക്ഷമയും സഹനവും നിങ്ങൾക്കേവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.